എങ്ങനെയുണ്ട് ഇലക്ഷൻ തയ്യാറെടുപ്പൊക്കെ? സ്ഥാനാർത്ഥികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ജില്ലയിലെ സ്ഥാനാർത്ഥികളൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട്. കലിത്തങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നോമിനേഷൻ കൊടുക്കാൻ പോകും. അതാണ് പതിവ്. ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ട്. പിന്നെ ജില്ലയിലെ സ്ഥാനാർത്ഥികളായിട്ട് ഇപ്പോൾ ഇവിടെ 2 പേരുണ്ട്. ചേറൂർ ഡിവിഷനിലെ, അതുപോലെ തന്നെ ഷെരീഫ് കുറ്റൂർ, അതുപോലെ താന്നാളൂർ അഡ്വക്കേറ്റ് പറയുമ്പോൾ അവരൊക്കെ ഉണ്ട് സ്ഥാനാർത്ഥികൾ. അപ്പോൾ എല്ലാവരും ഒരുങ്ങിപ്പോവാണ്. ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ്, കുഴപ്പമൊന്നുമില്ല. ആണല്ലേ? കഴിഞ്ഞ 2 തവണയും മലപ്പുറത്ത് വലിയ ക്ഷീണമല്ല, പക്ഷേ ബാക്കി സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF പറ്റിയിട്ടില്ല. ഇത്തവണ ഒരു മാറ്റത്തിനുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അല്ലേ? അങ്ങനെയല്ല, ഇത്തവണ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും UDF അനുകൂലമായ ട്രെൻഡ് എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി മാറുകയാണോ? അതായത് ഒരു ഭാഗത്തു നിന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ അതിരൂക്ഷമായി പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ, മുസ്ലിം വിഭാഗത്തെയാണോ ഈ പറയുന്നതെന്ന് പലരും സംശയിക്കുന്നൊരവസ്ഥ. മറുഭാഗത്ത് കോൺഗ്രസും CPM ഒക്കെ കുറേ കൂടി ഭൂരിപക്ഷ സമുദായത്തിന് അനുകൂലമായ നിലപാടിലേക്ക് പോകുന്നെന്ന വിലയിരുത്തൽ. ലീഗ് എങ്ങനെ ഇതിനെ കാണുന്നത്? കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി മാറുകയാണോ? ഒരു മുസ്ലിം വിരുദ്ധത കൂടിക്കൂടി വരുന്നുണ്ടോ? ഞങ്ങളങ്ങനെയൊന്നും അതിനെ കാണുന്നില്ല. കാരണം ചില ആളുകൾ അവരുടെ സ്ഥാപിത താല്പര്യം വെച്ച് വർത്തമാനം പറയുന്നു എന്ന് വെച്ചിട്ട് അത് കേരളത്തിൻ്റെ ഒരു മാറ്റമായി കാണാനൊന്നും ഞങ്ങളാരും തയ്യാറില്ല. വർഗീയത പറയുന്നവർ തന്നെയാണ്. അവർ രാഷ്ട്രീയ ആവശ്യത്തിനും അതുപോലെ തന്നെ സ്വന്തം താല്പര്യത്തിനും ഭരണത്തിലിരിക്കുന്നവരുടെയൊക്കെ ആനുകൂല്യം കിട്ടാനും ഒക്കെയായി വർഗീയത ഏതറ്റം വരെ പോയി പറയാനും മടിയില്ലാത്ത ചില ആളുകളുണ്ട്. പക്ഷെ നേരത്തെയൊക്കെ ഇങ്ങനെ മുസ്ലിം വിരുദ്ധത പറയുന്ന ആളുകളെ കേരള സമൂഹം ഒറ്റപ്പെടുത്തുന്ന കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു കാഴ്ച പൊതുവെ കുറഞ്ഞിട്ടില്ലേ? അത് രാഷ്ട്രീയ പാർട്ടികൾ ഈ സിറ്റുവേഷൻ മുതലെടുക്കാൻ നോക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു മോശം പരിപാടിയാണെന്നും ഇത് രാജ്യത്തിന് ആപത്താണെന്നും എന്നും മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന നിലപാട്. അതാണ് ആ നിലപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷെ അതിലിപ്പോൾ ഒരു വിമർശനം വരുന്നത് വെൽഫെയർ പാർട്ടിയായിട്ട് കൂടുതലൊരു സ്നേഹം ലീഗിന് ഇപ്പം ഉണ്ട് എന്നുള്ളൊരു വിമർശനം പൊതുവെ വരുന്നു. അതൊന്നുമില്ല. ഇടതുപക്ഷത്തിന് എതിരായ ആളുകൾ അവർക്കെതിരായി വർത്തമാനം പറഞ്ഞിട്ട് വരുമ്പോൾ, എന്നമാതിരി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായ ആളുകൾ അവർക്കെതിരായി വർത്തമാനം പറയുമ്പോൾ അവരോട് നമുക്ക് സഖ്യമുണ്ടെന്ന് പറയാം. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സഖ്യം ഇല്ലല്ലോ. രാഷ്ട്രീയ സഖ്യമില്ല. അല്ല, രാഷ്ട്രീയ സഖ്യമില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റിനും എതിരായവരൊക്കെ വന്ന് UDF പിന്തുണ കൊടുക്കും. അത് രാഷ്ട്രീയ സഖ്യമല്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും വർഗീയത പറഞ്ഞാൽ ഞങ്ങൾ അനുകൂലിക്കാൻ പോകും. പക്ഷേ ഈ വെൽഫെയർ പാർട്ടിയായിട്ട് പല സ്ഥലത്തും പ്രത്യക്ഷമായ സഖ്യം ലീഗിനും കോൺഗ്രസിനും ഈ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആരോടൊക്കെ സഖ്യം ചെയ്തു എന്നുള്ളത് നോമിനേഷൻ കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. പല സ്ഥലത്തും ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരണകൾ ഞങ്ങൾ അറിയുന്നുണ്ട്. അത് ആരോടൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആരോപണങ്ങളാണിപ്പോൾ. പ്രൂഫ് വിഡ്രോവൽ കഴിയുമ്പോൾ കിട്ടും. വലിയ പ്രതീക്ഷയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉള്ളത്. അദ്ദേഹം 3ാമത്തെ സർക്കാരിൽ നിന്ന് വരാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹം രാവിലെ തന്നെ വലിയ തിരക്കിലാണ്. വോട്ടർ സൈക്കിൾ ഡയറി മലപ്പുറത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുന്നു.